ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോഴേ വളരെ ചുരുക്കി ഞാൻ കാര്യം പറയാൻ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്നിരുന്ന് കാണാൻ ശ്രമിക്കണേ. ഒരു 2, 3, 4 മിനിറ്റ്, കൂടിപ്പോയ 4 മിനിറ്റ്, അത്ര ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്, എന്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ ചാനൽ കൊണ്ട് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോ 1.5 വർഷമായിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും, ഞാൻ 1.5 വർഷമായിട്ട് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടുന്നും ഇവിടുന്നും കുത്തുവാക്കും, അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുന്നും കളിയാക്കലും പരിഹസിക്കലും. ഇപ്പൊ എന്റെ എന്താ പറയാ, എന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ പലരും എന്നെ പരിഹസിക്കാറുണ്ടോ, നിനക്ക് ഇത്ര സബ്ബല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ഇത്ര വ്യൂവേഴ്സ് അല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, അതൊന്നും എന്നെ തളർത്തുന്നില്ല നീ. കാരണം എന്റെ എയിം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു കാര്യമാണ്. അപ്പോ ഞാൻ ഈ എന്റെ എയിമിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ, നമ്മൾ മലയാളികൾ പൊളിയല്ലേ. എന്താ പറയുന്നത്, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ അല്ലെ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു വലിയ എയിമാണ് എന്റെ മുന്നിലുള്ളത്. അപ്പൊ ആ ഒരു എയിമിലേക്ക് എനിക്ക് തന്നെ എത്താൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്കിപ്പോ തന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 1.5 വർഷമായി ചാനൽ തുടങ്ങിയിട്ട് അതിൽ എന്നെ ഇപ്പോഴും പലരും കളിയാക്കാറുണ്ട്. നിനക്ക് അത്ര വ്യൂസ് ഒന്നും ഇല്ലല്ലോ, നിനക്ക് അത്ര സപ്പോർട്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ, നിനക്ക് അത്ര എന്താ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. എനിക്കതൊന്നും വലിയ കാര്യമല്ലെന്നേ. കാരണം വേറെ ഒന്നുമല്ല, എന്റെ ലക്ഷ്യം അതിനേക്കാളും മുകളിലാണ്. അപ്പൊ ഞാൻ എന്നെ ആര് കളിയാക്കില്ല, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ആ കളിയാക്കലൊക്കെ ഞാനൊരു പ്രചോദനമായിട്ട് കൂടിയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് വേറൊന്നല്ല, എനിക്ക് കുറച്ച്, അതായത് എൻ്റെ ഫാമിലിയിൽ ഞാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ആ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷവും, ആരാണെന്ന് എന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോ ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഡോക്ടർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന പോലെ മെഡിസിൻ മേടിച്ച് കഴിക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 വർഷം മുന്നേ ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യം, എന്നെ കൊണ്ട് ഒരാളുടെ മുഖത്തെങ്കിലും ഇതുപോലെ, ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ആ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി എത്ര ഹാപ്പി ആയിട്ടിരിക്കും, അതുകൊണ്ട് എന്തൊരു സന്തോഷമായിരിക്കും എനിക്കുണ്ടാവുന്നത് എന്ന് മാത്രമാണ് ഞാൻ അന്ന് ചിന്തിച്ചത്. സത്യമായിട്ട് തന്നെയാട്ടോ പറയുന്നത്. എന്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്ന കുറച്ച് പേർക്കെങ്കിലും, ഇപ്പോഴും എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവർക്കറിയാമായിരുന്നു ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്. പക്ഷെ അന്ന് ആ അറിയുന്നവർ തന്നെ എന്നെ എന്നും കളിയാക്കാറുണ്ട് കേട്ടോ. കാരണം നിന്റെ ചാനൽ, നിനക്ക് ഇത്രയും സബ്ബല്ലേ ഉള്ളൂ, നിനക്ക് ഒന്നും ആവാൻ പറ്റിയില്ല. കാര്യമില്ല, എനിക്കതിലൊന്നും പ്രശ്നമില്ല. വേറൊന്നുമല്ല, എന്റെ ഉദ്ദേശം അതിനേക്കാൾ വലുതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ, അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു അതിജീവനം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളിലേക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷെ ഇതുവരെ എനിക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ചെറിയ ചെറിയ തോതിലൊക്കെ ഞാൻ ഇപ്പോഴും എന്താ പറയുന്നത്, ആളുകളെ സഹായിക്കാറുണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് വേറൊന്നിനു വേണ്ടിയല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് സംതൃപ്തിക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്ന് എനിക്കൊരു എന്താ പറയുന്നത് സംതൃപ്തി എനിക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മളെ എന്താ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് എനിക്ക് കിട്ടുവാണെങ്കിൽ, അതിന്റെ ഒരു ഭാഗം ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ദുരിതം അനുഭവിക്കുന്ന, ഒട്ടും ഒന്നിനും കഴിയാത്ത ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് എന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തെങ്കിലും എനിക്കതിന് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ അതിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യില്ല. ആരും എനിക്ക് എന്നെ ഫിനാൻഷ്യലി സഹായിക്കേണ്ട, എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത്, ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഒരു വീഡിയോ തന്നെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്ന ഈ ഒരു കുഞ്ഞു കാര്യം, ഞാൻ എത്ര പേർക്ക് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ചാനൽ വളരുവാണെങ്കിൽ ഞാൻ അതിൽ നിന്നും എന്നെ ഇപ്പോഴും എനിക്ക് എന്താ പലർക്കും അറിയാൻ കേട്ടോ, ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്, ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പല പ്രശ്നങ്ങള്. പക്ഷെ എന്റെ മുഖത്ത് ഈ ഒരു ചിരി ഉണ്ടെങ്കിൽ അതിന് ഒരൊറ്റ അർത്ഥമുള്ള, ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഞാൻ പിന്നെ പറയാം കേട്ടോ. എന്താണെങ്കിലും എന്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്നിലൂടെ നമ്മൾ ഓരോരുത്തരും അല്ല അത് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ എന്നെ വേറെ ഒരു തരത്തിലും സഹായിക്കേണ്ട, എന്റെ ഈ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി.
നമുക്ക് ഒരുമിച്ച് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറയുന്നത് ചുമ്മാ എന്റെ ചാനൽ വളർത്താനാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സത്യമായിട്ടും ഞാൻ ഈ പറയുന്നത് സത്യമാണ്. എന്റെ പല ഫ്രണ്ട്സിനും എന്റെ പല എന്താ പറയുന്നത് ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന പലർക്കും അറിയാം ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. ഞാനിപ്പോ എന്റെ വശം പറയുവാണെങ്കിൽ ഞാനിപ്പോ ഓൾറെഡി ഞാൻ ഒരു വർക്കിംഗ് വുമൺ ആണ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചാനലിൽ ഇതുവരെയും ഞാൻ മോണിറ്റൈസ് ആയിട്ടില്ല. പക്ഷെ എന്നിട്ടും പലർക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ചാനല് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹെൽപ്പ് അതിനേക്കാളും 2, 3, 4, 5 പേർക്ക് കൂടി അതിലെത്തിക്കാൻ കഴിയുമെങ്കിൽ എനിക്കത് വളരെ വളരെ സന്തോഷമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫാമിലി ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന കുഞ്ഞൊന്നല്ല, വലിയൊരു കാര്യമാണ്. അതെന്താ ഞാൻ നിങ്ങളോട് പിന്നെ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പൊ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോ എങ്ങനെയാ, മലയാളികൾ പൊളിയല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.